ഈ സിനിമയുടെ ഒരു പ്രത്യേകത, നമ്മൾ 7 ക്യാരക്ടേഴ്സ് അതിനകത്തുള്ളത്. അതിനകത്ത് 7 പേരെയും കൂടെ എടുത്തൊരു ത്രാസിൽ തൂക്കി ഏകദേശം എല്ലാവരും ഒരേപോലെ തൂങ്ങും. ആർക്കും അങ്ങനെ ഒരു പ്രത്യേക, നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്തൊരു കഥയാണ്. ഇതിനകത്ത് നമുക്ക് ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനാണെങ്കിൽ ഈക്കോയിൽ അശോക് ചേട്ടൻ ഡയലോഗ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അവരെ അറിയണമെന്ന് നിർബന്ധമില്ല എന്ന്. ആ വരി നമ്മുടെ സിനിമയ്ക്കും യോജിക്കും. ശരിക്കും പരിചയമുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോഴും നമുക്ക് അവരെ അറിയണമെന്നില്ല. അപ്പം ആ വരി ഞാൻ ഈക്കോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ദൈവമേ, നമ്മുടെ പടം റൈഡ്, ഈശ്വര, അയ്യോ കയ്യിൽ പോവും എന്നൊക്കെ. പക്ഷേ ഇല്ല, 2 തരം സിനിമയാണ്. പക്ഷെ നമ്മുടെ സിനിമയും അങ്ങനെ ഒന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഊളിയിട്ട് പോകുന്ന, നമ്മുടെ മുഖം പുറമേ കാണുന്നതിലും അകവും തമ്മിലുള്ള ഒരു എത്രമാത്രം ഒരു അകലമുണ്ടെന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു പടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എല്ലാവരും കഥ കേട്ട് ഫാനായി അതിനകത്തോട്ട് ഡും എന്ന് പറഞ്ഞ് വീണവരാണ്. അത്രയും ഒരു പ്രത്യേകതയുള്ള ഒരു കഥയായിരുന്നു ഇത്. സിനിമയായി ഫിലിമായി വന്ന് അത് ഒരുപാട് തള്ളിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ മലയാളികൾ സിനിമ എടുക്കുള്ളൂ. തള്ളൽ ഞങ്ങളില്ല. ഞങ്ങൾ എന്തുകൊണ്ട് സിനിമയ്ക്ക് വന്നു ചേർന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ആ സിനിമ ഇപ്പൊ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് അഫീഫ എന്നാണ്. അഫീഫയെ നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ആളല്ല, അഫീഫ അവസാനം. അത് ഓരോരുത്തരും അങ്ങനെയാണ്. 7 പേരും നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ആളല്ല, അവസാനം. അത് ആന്റെ കഥാപാത്രം അങ്ങനെയാണ്, ഗോപിയുടെ കഥാപാത്രം അങ്ങനെയാണ്, ഹരീഷിന്റെ കഥാപാത്രം അങ്ങനെയാണ്, സുധീയുടെ കഥാപാത്രം അങ്ങനെയാണ്, പ്രശാന്തിന്റെ കഥാപാത്രം അങ്ങനെയാണ്, ശ്രീകാന്തിന്റെ അങ്ങനെയാണ്. അതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകത. അത്രയും പറയായിരുന്നോ? ഓക്കെ, സസ്പെൻസ് പൊളിച്ചോ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുള്ളൂ. അപ്പം ഇപ്പൊ സർവൈവൽ അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രം ഒരു സ്ഥലത്ത് പെടുന്നത്, അവിടെ നിന്ന് സർവൈവ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഈ കഥാപാത്രം കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ജഡ്ജ് ചെയ്യണം എന്ന് ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. റൈഡിൽ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒരു സസ്പെൻസ് സിനിമയുടെ ഒരു നേച്ചറാണ്. അതെന്തായാലും ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ലർ നമ്മൾ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ത്രില്ലർ ഉണ്ടാവും, എന്നൊരു ട്വിസ്റ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറിയാണ്. ഒരു യുണീക്ക് സ്റ്റോറി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഒരു എക്സ്പെരിമെൻറ്റും കൂടെ ആണ് ഇത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്തിലാണ് നമുക്ക് കുറേ കഥകളൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുക, ഒന്ന് ട്രൈ ചെയ്യുക. അതേകൂടെ തന്നെ ആസ് എ ക്യാരക്ടർ തന്നെ ഞാനിതിൽ നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഇതിലെത്ര കളിക്കാൻ പറ്റും, എനിക്കിത് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഫെയ്ത്ത്ഫുള്ളി അത് നന്നായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിയത്. ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞെട്ടി. 2 ദിവസം ഞാൻ വിചാരിച്ച് ബാക്ക് ഓഫ് ചെയ്യണോ വേണ്ടേ, ബിക്കോസ് എനിക്ക് പേഴ്സണലി അതൊരു ചാലഞ്ചായിട്ടാണ് തോന്നിയത്. പക്ഷേ ടീമിന് ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ഡയറക്ടറിന് ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ഇല്ല തന്നെ കൊണ്ട് ഒക്കും പറ്റും. പിന്നെ അതിൻ്റെ നല്ല ഒരു ടീമിനോട് ആക്ട് ചെയ്യാനോട് കിട്ടുന്ന ചാൻസാണ്. അപ്പോൾ അത് ചുമ്മാ വെറുതെ കളയാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു. മാല ചേച്ചി, സുധി ചേട്ടൻ, പ്രശാന്ത് ഏട്ടൻ, ശ്രീകാന്ത് ഏട്ടൻ, ഹരീഷ് ഉത്തമൻ, എനിക്ക് എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ്. നമ്മൾ ഇവരെല്ലാവരും അഡ്മയർ ചെയ്യും, പക്ഷെ അങ്ങനെ ഒരു കാസ്റ്റിംഗ് കിട്ടിയാലേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഒരു കഥയിൽ ഇവരുടെ കൂടെ തന്നെ എനിക്ക് ടഗ് ഓഫ് വോർ ആയിരുന്നു എല്ലാവരുടെ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഐ വോണ്ടഡ് ടു ഡു ദിസ് റോൾ. അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ്ലി യെസ് പറഞ്ഞത്. സ്റ്റോറി യെസ്, ഒരു നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ട്രെയിലേഴ്സിലും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ഓഫ് ദ റുട്ടീൻ ട്രെയിലർ ആണെന്ന പോലത്തെ ഫീൽ ചെയ്യും. പക്ഷെ അത് കാണുമ്പോൾ ആ കഥ ഒരു ഹ്യൂമൻ നേച്ചറുണ്ട്. ഹൗ മച്ച് ക്യാൻ എ പേഴ്സൺ ബി, ഇവർക്ക് ഇങ്ങനെ ആകാൻ പറ്റുമോ, ഒരു ഹ്യൂമൻ നേച്ചർ. നമ്മൾ പലപ്പോഴും കുറേ കഥകൾ കേൾക്കുന്നുണ്ട്, കുറേ ഒരു ക്രൂവലായിട്ട് സ്റ്റോറീസോ ഓർ സംതിങ് അബൌട്ട് ദ നേക്കിഡ്നെസ് ഓഫ് ദ ഹ്യൂമൻ നേച്ചർ, അങ്ങനെ പറയാം എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ. ചേച്ചി പറഞ്ഞതുപോലെ എങ്ങനെയാണോ നമ്മൾ ആദ്യം കാണുന്നത് അതല്ല അവരുടെ ട്രൂ നേച്ചർ. അപ്പം എനിക്ക് അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് എ വെരി ഗുഡ് സ്റ്റോറി, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. ഹരീഷ്, ഹായ്.
അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ പറയും നമ്മൾ എല്ലാ ലാംഗ്വേജസിലും നമ്മൾ സിനിമകളും വെബ് സീരീസിലും ഒക്കെ കാണുന്നതാണല്ലോ. അപ്പം അത് കാണുമ്പോൾ ഒരു ട്രെയിലറിലും ടീസർ കാണുമ്പോൾ ഓൾറെഡി ഒരു പ്രീ ജഡ്ജിൽ മൈൻഡ് ഉണ്ടാവും. ഇപ്പൊ ഈ കഥ ഇന്നതായിരിക്കും, അപ്പൊ ഇന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കഥയുടെ ഡ്യൂറേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടാവും. ആദ്യത്തെ 10 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ, പിന്നെ സീരീസ്, പിന്നെ സീരീസ് ആ ഒരു ഫ്ലോ, അതിനുശേഷം ക്ലൈമാക്സ്, അങ്ങനെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഇത് അതിന്റെ ഡ്യൂറേഷൻ അപ്പോൾ 1.5 മണിക്കൂറേ ഉള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കാണിക്കണം. അപ്പോൾ ഒരു എന്താ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചലഞ്ചിങ്ങും ഉണ്ട്. പ്രേക്ഷകനെയും പിടിച്ചു കയറാനുള്ള എലമെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ഒരു താങ്കൾ പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പം ഇങ്ങനത്തെ സ്റ്റോറി കേട്ട സമയത്ത് എനിക്ക് ഇത് ചെയ്യണം എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരിക്കും? ബിക്കോസ് എനിക്ക് ആ കഥ വർക്കായതുകൊണ്ട്, എനിക്ക് ആ കഥ, ഈ കഥയിൽ പറയാൻ വരുന്ന ആ ഇമോഷൻ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട്. ബിക്കോസ് ഞാനെപ്പോഴും ഒരു കഥ കേൾക്കുമ്പോൾ നമ്മളൊരു ആക്ടറായിട്ടല്ലല്ലോ കേൾക്കുന്നത്. ആദ്യം കേൾക്കുമ്പോൾ നമ്മളൊരു ഓഡിയൻസ് ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം എനിക്ക് ആ കേട്ട സമയം തന്നെ എനിക്ക് ആ കഥ വർക്കായി. പിന്നെ ഈ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതൊരു ഓക്കെ, എനിക്ക് ഈ 1.5 മണിക്കൂറിൽ ഞാൻ എത്ര നേരമുണ്ട്, 1 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടോ? അതല്ല, ഓൺ ദ ഹോൾ ഒരു കഥ ഓഡിയൻസിന് വർക്കാവുന്നുണ്ടോ? ആ കഥയിലുള്ള കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കഥ വർക്കാവുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് പോയിന്റാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് പറയുമോ, ഈ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഇതിനൊരു 1.25 മണിക്കൂർ ആക്കണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താക്കാമായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് ക്രിസ്പാണ്. ഐ എം ഷുവർ 100% ഈ സിനിമ, ഈ ഒരു സിനിമയിൽ പറയാൻ വരുന്ന ഇമോഷൻ ഉറപ്പായിട്ടും വർക്കാവും. 1 hour 40 minutes and 11 seconds. അതാണ് ഇതിന്റെ ഡ്യൂറേഷൻ. 11 seconds. So ഇടയ്ക്ക് ചായ കുടിക്കാനും പപ്സ് കഴിക്കാനും പോകില്ല. ഒരു 10 മിനിറ്റ് അത് കൂട്ടും. ഹരീഷടാ, ഓക്കെ. ഇപ്പോൾ ഹരീഷേട്ടൻ വേറെ മറ്റ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ചോദിക്കുന്നത്. പൊതുവെ മറ്റുള്ള ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ 100 കോടി 200 കോടി ക്ലബ്ബുകളെല്ലാം വളരെ വൈകിയാണ് വന്നത്. പക്ഷെ പ്രേക്ഷകരുടെ സ്വീകാര്യതയ്ക്ക് അപ്പുറത്ത് മറ്റുള്ള ഭാഷയിൽ നിന്ന് ഒരുപാട് പേര് മലയാള സിനിമയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമ തന്നെ ഒരു പാൻ ഇന്ത്യൻ കാസ്റ്റ് അല്ലെ ക്രൂവിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രേക്ഷക സ്വീകാര്യതയ്ക്ക് അപ്പുറത്ത് മലയാള സിനിമയെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വേറെ ആസ്പെക്ട്സ് എന്തായിരിക്കും? ഈ ഒരു ക്രോർ കണക്കുകൾ ഒഴികെ, കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒഴികെ. എൻ്റെ അറിവില് ഈ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പറയുന്നില്ല. പാൻ ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ ഭാഗത്തുനിന്നും ഈ ടീമിൽ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു പാൻ ഇന്ത്യൻ സിനിമയാവുന്നത് എനിക്ക് തോന്നുന്നു ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അതിൻ്റെ വിജയം, അല്ലെങ്കിൽ അതിപ്പം ഒരു ലാംഗ്വേജിൽ റിലീസായത് ഭയങ്കര സക്സസ്ഫുൾ ആയി, പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജസിൽ പോയി, പിന്നെ അവിടുന്ന് ലോകം മൊത്തം പോയി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പാൻ ഇന്ത്യൻ സിനിമയാവുന്നത്. അപ്പം അതുപോലെ നമ്മുടെ ഈ റൈറ്റ് സിനിമയും അതുപോലെ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും അത് സംഭവിക്കട്ടെ. ആ ചോദ്യത്തിന് മറ്റൊരു രീതിയിൽ കൂടി ഉത്തരം പറയാം. പാൻ ഇന്ത്യൻ എന്ന് ഞങ്ങൾ ഈ സിനിമയെ കാണുമ്പോൾ, ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഇത് എല്ലായിടത്തും വർക്കാവുന്ന സബ്ജക്റ്റാണ്. നമുക്ക് സാധാരണ പ്രേക്ഷകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് ലാംഗ്വേജിലും ഇത് വർക്കാവും. ഇതിൽ പക്ഷേ ഹിന്ദിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. മറിച്ച് അവർ തന്നെ പറഞ്ഞല്ലോ, മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഈ അവർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ടീം നോർത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്ന അവരുടെ കോൺഫിഡൻസ് മലയാളത്തിൽ ചെയ്യാനായതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇത് എവിടെ വേണമെങ്കിലും വർക്കാവുന്ന, ലോകത്ത് എവിടെയും വർക്കാവുന്ന ഒരു വിഷയമാണ് മലയാളത്തിൽ ചെയ്തത്. അപ്പോൾ പാൻ ഇന്ത്യൻ എന്നല്ല ഞാൻ പറയാം, ഗ്ലോബൽ ആയിട്ടൊരു സബ്ജക്റ്റാണിത്. യെസ്. അതേപോലെ ഒരു സിനിമയാകുമ്പോൾ അത് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകന് അത് നിരീക്ഷിക്കാനും നിരൂപണങ്ങൾ പറയാനും വിമർശനങ്ങൾ പറയാനും അവകാശങ്ങളുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്നതാണ് ആസ്വാദനം എന്നുള്ളത്. ഒരു സിനിമ എന്നുള്ളത് ഒരു പ്രേക്ഷകൻ ആസ്വദിക്കാനാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്നത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ നിരൂപണങ്ങളും വിമർശനങ്ങളും വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ആസ്വാദനം എന്നൊരു എലമെന്റ് കുറഞ്ഞ് കൂടുതലും ടെക്നിക്കലി ആ ഷോട്ട് കണ്ടോ, ഇന്ന സീൻ കണ്ടോ, അപ്പൊ ഇന്ന സീനിലുണ്ടാകുന്ന ഇന്ന ഷോട്ട് വെച്ച് ഇന്ന ലൈറ്റ് വെച്ചിട്ടാണ് പ്രേക്ഷകൻ കൂടുതൽ ടെക്നിക്കൽ നോളജ് വേണ്ടെന്നല്ല, പക്ഷെ അവിടെ ഒരു ആസ്വാദനത്തിന്റെ എലമെന്റുകൾ സിനിമയിൽ കുറയുന്ന ഫീലിംഗ് ഉണ്ടോ? നമ്മുടെ നിരൂപകരെ മലയാള സിനിമയിലെ ആൾക്കാർക്ക് പേടിയാണ്.
എന്നുവെച്ചാൽ അവരെന്ത് പറയുമെന്ന് ആലോചിച്ചാണ് അവർ സിനിമ ചെയ്യുന്നത്. അത് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ നാട്ടിലോട്ട് സിനിമ ചെയ്യാനായിട്ട് വരുന്നത്. ഇപ്പൊ സുഹാസ് തുടക്കത്തിൽ പറഞ്ഞ പോലെ മലയാളത്തിൽ എന്തിറങ്ങുന്നു എന്ന് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഓഡിയൻസും നിരൂപകരും സത്യസന്ധമായി വലിച്ചു കീറി ഒട്ടിക്കുന്നതുകൊണ്ടാണ്. ക്രിഞ്ചാണോ മറ്റാണോ മറിച്ചാണോ ഒരു സാധനം വിടാതെ പിടിക്കും. ഒരു കാര്യത്തിന് ഇപ്പൊ ഞങ്ങളുടെ സിനിമ തന്നെ അങ്ങനെ എല്ലാത്തിനും അതീതമാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല. അവര് പറഞ്ഞു കഴിഞ്ഞ് മാത്രമേ ഇതൊരു നല്ല സിനിമയാണെന്ന് പറയാനുള്ള ധൈര്യം പോലും ഞങ്ങൾക്കുള്ളൂ. അത്ര ഗൗരവമായിട്ടും ബഹുമാനത്തോടെയുമാണ് നിരൂപകരെയും പ്രേക്ഷകരെയും ഞങ്ങൾ കാണുന്നത്. ഞാൻ വ്യക്തിപരമായി കാണുന്നത്. കാരണം അവര് വിധി എഴുതിയാലേ നമ്മൾ അപ്പോഴായിരിക്കും ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അവര് വിധി എഴുതുന്നത് വളരെ ഗൗരവത്തോടെ കാത്തിരിക്കുകയാണ്. അവര് വിധി എഴുതിയാലോ പിന്നെ ആ സിനിമയുടെ അവസ്ഥ എന്താ? ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കൂല്ലേ? അങ്ങനെ ഇവിടെ ഉണ്ട്. നാലോചോക്ക് മഞ്ഞുമൽ ബോയ്സ് തൊട്ട് ഈക്കോ തൊട്ട് കിഷ്കിന്ധാണ്ഡം തൊട്ട് ആർഡിക്സ് തൊട്ട് ഏത് സിനിമ അത് പിന്നെ ഒരു കമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിലും എക്സ്പെരിമെന്റൽ സിനിമയാണെങ്കിലും നമ്മുടെ ആൾക്കാർ അത് കൊള്ളാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു വലിയ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് കാര്യമായിട്ട് കാണുന്നത് നിർത്തിയിട്ട് എന്താണ് നമ്മളുടെ ക്രാഫ്റ്റിലെ അല്ലെങ്കിൽ ആക്ടിങ്ങിലെ കുഴപ്പം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ണാടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നില്ല, അഭിനയിക്കാൻ വിളിക്കും, നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നില്ല, നമ്മളിൽ എന്തോ കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ കാസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്, ഇവരെ വെച്ച് അഭിനയിപ്പിച്ച് സിനിമ മുന്നോട്ട് പോകണം. ആ കാലം കഴിഞ്ഞു പോയി. നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, നമ്മൾ നമ്മളുടെ കഴിവിനെ ഷാർപ്പൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ വഴിയിൽ വീണു പോകും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അത് ആക്ടർ ആയാലും സംവിധായകനായാലും ടെക്നീഷ്യൻ ആയാലും ആൾക്കാർ അത്രയ്ക്ക് സിനിമയെ മനസ്സിലാക്കുന്നു. കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്കാർ മുഴുവൻ സിനിമ കണ്ടു, നല്ല ഗംഭീര സിനിമ, എന്ത് മോട്ടിച്ചാലും പറയും, ഏത് ഷോർട്ട് അടിച്ച് മാറ്റിയാലും പറയും. അങ്ങനത്തെ ആൾക്കാരുള്ള മുത്തുകളുള്ള നാടാണ് കേരളം. അതുകൊണ്ടാണ് നമ്മളെ അന്വേഷിച്ച് വരുന്നത്. നമുക്ക് അഭിമാനിക്കാം, കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ വരട്ടെ. അങ്ങനെ വന്നാലേ ഈ ക്രാഫ്റ്റ് നന്നാവുള്ളൂ. കുഴപ്പമായോ? ഇപ്പം മമ്മൂക്കിയുടെ കളങ്കാവലിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് അറിയാം. വേണമെങ്കിൽ നമുക്ക് റിലീസ് മാറ്റി വെക്കാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ കഥയിലെ കോൺഫിഡൻസ് കൊണ്ടാണോ ആ ഡേറ്റിനെ ഫിക്സ് ചെയ്യാൻ കാരണം? പല ഫാക്ടേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കിത് റിലീസ് ചെയ്യുന്നത് ഡേറ്റ് മാറ്റണ്ട എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിലുള്ള ഈ നമ്മുടെ സിനിമയിലുള്ള നമ്മുടെ കഥയല്ലല്ലോ, ഇപ്പോൾ അത് സിനിമയായി മാറി. നമ്മുടെ സിനിമയിലുള്ള ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ഡിസംബർ 5 റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ മറ്റു പല ഫാക്ടേഴ്സും ഉണ്ടല്ലോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഡേറ്റ്സിന്റെ കാര്യമൊക്കെ ജനുവരിയിലും ഒക്കെ മറ്റ് ധാരാളം സിനിമകളുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് 2-3 വട്ടം നമ്മൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുകയും ചെയ്തത് കൊണ്ട് ഒരു പ്രത്യേക സാഹചര്യം. പിന്നെ എന്തായാലും നമ്മുടെ സിനിമ നമുക്ക് ഒരിക്കൽ റിലീസ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു പ്ലാൻ ഉണ്ട്. അവർക്ക് അദ്ദേഹം പറഞ്ഞല്ലോ അടുത്ത പ്രോജക്റ്റിലേക്ക് അവർക്ക് പോകണം. അപ്പോൾ അങ്ങനെ പല പ്ലാനുകളുടെയും ഭാഗമായിട്ടാണ് ഡിസംബർ 5 തന്നെ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ പടമല്ലേ, അതും കാണട്ടെ ഇതും കാണട്ടെ. മാറി ഒന്നാണ് പ്ലാൻ ചെയ്തതല്ല. 29-ാം തീയതി ആയിരുന്നു അവരിറങ്ങുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു നല്ല സിനിമ ഉള്ളപ്പോൾ ചെറിയ സിനിമ ഇറങ്ങുന്നതാണ് നമുക്ക് ലാഭം. ആ സിനിമ കാണാൻ ഇറങ്ങുമ്പോൾ അതും കൂടെ ആൾക്കാരെ കാണും. മനസ്സിലായോ? ഇല്ലെങ്കിൽ ആൾക്കാരോ ഇതിനു വേണ്ടി പോകണ്ട എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കും. അതേസമയം ഒരു നല്ല സിനിമയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമയുണ്ട് അല്ലെങ്കിൽ ലാൽസാറിന്റെ സിനിമയുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കേട്ടല്ലോ എന്നാൽ ഇത് കൂടെ കണ്ടേക്കാം എന്ന് പറഞ്ഞ ആൾക്കാർ പോവും. നമുക്കതാ നല്ലത്. എല്ലാത്തിനും ഇതാ നല്ലത്. അങ്ങനെയൊക്കെ ചോദിക്കണ്ട. നെഗറ്റീവ് ഇല്ലല്ലോ നമുക്ക്. നെഗറ്റീവ് അല്ല, എന്റെ ക്യാരക്ടർ നെഗറ്റീവ് അല്ല. ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ മനുഷ്യരാണ്. അതാ പറഞ്ഞ ഈ തിരക്കഥയുടെ ഒരു സുഖം അതാണ്. ഇവരൊക്കെ മനുഷ്യരാണ്. മനുഷ്യരായിട്ടുള്ള എല്ലാ പ്രശ്നവും നമുക്കൊക്കെ ഉണ്ടല്ലോ. തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നവരെ ഞങ്ങളെ വിട്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തുമാത്രം അഭിനയിക്കുന്നു അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും കേട്ട് എന്തെല്ലാം കാര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നു. ഇത് ഒരു സിനിമയായി അങ്ങനെ ഉണ്ടാവും. നമ്മളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പോയി പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സിനിമയുടെ കൗതുകം. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ നിരൂപണങ്ങളും വിമർശനങ്ങളും ഒക്കെ മലയാളത്തിൽ ഇത്രയുള്ളത് കൊണ്ടാണ് മലയാളത്തിൽ ഇത്രയും നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. ലോകം ശ്രദ്ധിക്കുന്ന സിനിമ. നയാഗ്ര ഫോൾസിന് ഓപ്പോസിറ്റ് നീന്തി പോകുന്ന മത്സ്യങ്ങളുണ്ടെന്നാ പറയാം. ഓക്കെ, അതൊരു സങ്കല്പമാണോ റിയലാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ
ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്, ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നല്ല സൃഷ്ടികൾ ഉണ്ടാവുക. അപ്പം വിമർശനങ്ങൾ തുടരട്ടെ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അത് സ്വാധീനിക്കുന്ന എത്ര കണ്ടെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇതൊന്നും അല്ലാതെ വലിയൊരു ക്രൗഡ് അപ്പുറത്തുണ്ട്. പലപ്പോഴും സിനിമയെ വിജയിപ്പിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും വിചാരിച്ച ഈ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് എല്ലാവരെയും എത്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഒരു ചെറിയ സിനിമയ്ക്ക് അതിൻ്റെ വലിയ പടങ്ങളോടൊപ്പം പ്രൊമോഷൻ ചെയ്യാൻ പറ്റത്തില്ല. സിനിമ ചെയ്ത് 24 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തു. പക്ഷെ പ്രൊമോഷൻസിൽ അത്രയും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ.